മണ്ണിലെ മലഞ്ചരക്ക് കട കുത്തി തുറന്ന് 85,000 രൂപയും 200 കിലോ ഉണക്ക കുരുമുളകും മോഷ്ടിച്ച കള്ളനെ പോലീസ് പിടിച്ചപ്പോൾ അഭിനന്ദനവുമായി എത്തിയത് പിടിക്കപ്പെട്ട കള്ളൻ തന്നെ. എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുത്താൽ കൃത്യമായി എറിഞ്ഞു കൊള്ളിക്കുമെന്നാണ് കള്ളൻ പറഞ്ഞത്. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുഖംമൂടി ധരിച്ചാണിത് ചെയ്തത്, എന്നിട്ടും അദ്ദേഹം എന്നെ കണ്ടെത്തിയില്ലേ എന്ന്. മോഷണം മുതൽ വിറ്റ പുനലൂരിലെ കടയിലേക്ക് തെളിവെടുപ്പിനായി പ്രതികളെ കൊണ്ടുവന്നപ്പോഴാണ് മുഖ്യപ്രതിയായ മുകേഷ് രസകരമായ മറുപടി നൽകിയത്. ബുദ്ധിപരമായി തന്നെ പിടികൂടിയ SIയെ അഭിനന്ദിച്ചാണ് പ്രതി ഇത്തരമൊരു രസകരമായ വാക്കുകൾ പറഞ്ഞത്. എങ്ങനെയെന്നാൽ ഞാൻ മുഖംമൂടി ധരിച്ചാണ് ഇത് ചെയ്തത്. പക്ഷേ എന്നെ പിടികൂടിയ അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകും. എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ തന്നെയാണ് വടി കിട്ടിയത്. ഈ കേസിൽ 4 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ മുഖ്യപ്രതിയാണ് പുനലൂർ സ്വദേശിയായ മുകേഷ്. ഒരിക്കലും തന്നെ പിടികൂടാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന മുകേഷിനെ പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇതിൻ്റെ കൗതുകം കൊണ്ടായിരിക്കാം പ്രതിയായ മുകേഷ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത്. മോഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രധാന പ്രതിയായ പുനലൂർ സ്വദേശി മുകേഷിന്റെ രസകരമായ മറുപടി. പിടികൂടിയ SIയെ അഭിനന്ദിക്കുകയാണ് പ്രതി. എങ്ങനെയായിരുന്നു ബുദ്ധിപരമായ നീക്കം? ഞാൻ മുഹമ്മദ് പോയിട്ട് പുള്ളിക്കാരനെ കണ്ടുപിടിക്കണമെങ്കിൽ പുള്ളിക്കാരൻ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? മുഹമ്മദ് കാര്യമില്ല. അമീർ സാറിന്റെ അടുത്ത് അറിയാവുന്ന പിന്നെ വടി കൊടുത്താൽ എറിയാൻ പറഞ്ഞാൽ എറിഞ്ഞു കൊള്ളിക്കാമല്ലോ. അതെ അതെ അതെ. കുരുമുളക് മാത്രമാണ് എടുക്കുന്നത്. ഉണക്കി വെച്ചിരിക്കുന്നത് എടുക്കുന്നത്. ഉണക്കി വെച്ചിരിക്കുക അങ്ങനെയില്ല. കുരുമുളക് മാത്രം എടുക്കാൻ ലക്ഷ്യമൊന്നുമില്ല. കുരുമുളക് സ്പെഷ്യലാ. നമ്മൾക്ക് ഒരു പിന്ന് വരെ കിട്ടിയാ എടുക്കുന്നു. മോഷണം മുതൽ വിൽക്കുന്ന കടകളും പിന്നീടുള്ള കവർച്ചയ്ക്ക് മുകേഷ് തെരഞ്ഞെടുത്തിരുന്നു. മോഷ്ടിക്കുന്ന സാധനങ്ങൾ വിവിധ കടകളിൽ വിൽപ്പന നടത്താൻ സഹായിക്കുന്നവരാണ് മറ്റു 3 പ്രതികൾ. മുകേഷിന്റെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.